ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഞാൻ മാത്രം ശരി, നിങ്ങളൊന്നും ശരിയല്ല. ഇത് നമ്മുടെ പുതിയ തലമുറയുടെ ഭാവമാണ്. ഈ ശരിയിൽ നിന്ന് എന്തെല്ലാം തെറ്റുണ്ടാവുന്നു നിങ്ങളറിയോ? ഞാൻ മാത്രം ശരി അവിടെ നിൽക്കില്ല. എൻ്റെ ജാതി മാത്രം ശരി, എൻ്റെ മതം മാത്രം ശരി, എൻ്റെ ദൈവം മാത്രം ശരി, എൻ്റെ രാജ്യം മാത്രം ശരി, എൻ്റെ പാർട്ടി മാത്രം ശരി. ഈ ശരി കൊണ്ടാണ് എല്ലാ കലാപവും ഉണ്ടാവുന്നത്. മതത്തിൻ്റെ ലക്ഷ്യം എന്താ? മറ്റൊരു മതത്തെ വെറുക്കലും തോൽപ്പിക്കലുമാണോ? വെറുക്കാൻ മതം വേണോ? ദൈവം വേണോ? മതത്തിൻ്റെ പേരിൽ ഉണ്ടാകുന്ന വെറുപ്പ് പോലെ ലോകത്തെ വിഡ്ഢിത്തം വേറെയില്ല. കാരണം മതങ്ങൾ ഉണ്ടാക്കിയത് അടിക്കാനല്ല, അടുക്കാനാണ്. മതങ്ങൾ ഉണ്ടാക്കിയത് അടിക്കാനല്ല, അടുക്കാനാണ്. എല്ലാ മതത്തിൻ്റെയും സാരം ഒന്നാണ്, അല്ലേ? പല മതസാരമേകമാണെന്ന് ഗുരു അതാണ് പറഞ്ഞത്. പല മതസാരമേകമാണ്. ഇത് പല നാട്ടിൽ പല ദൈവങ്ങൾ ഉണ്ടായത് എൻ്റെ നാട്ടിലെ കാരാപ്പീരി പോലെ ഭാഷകൾ പലതായതുകൊണ്ടാണ്. എൻ്റെ നാട്ടിലൊരു പച്ചക്കറിയുണ്ട്, അതിൻ്റെ പേര് കാരാപ്പീരി എന്നാണ്. നിങ്ങൾക്ക് ആർക്കുമ്പോൾ അറിയാവോ അത്? ഇല്ലല്ലോ, നിങ്ങൾക്കറിയില്ല. എൻ്റെ നാട്ടിൽ തന്നെ 3 പേരുണ്ട് അതിന്. ഒന്ന് പൊട്ടിക്കാന്ന് പേര് ചില നാട്ടിൽ അതിന് താലോലിക്കാന്ന് പേര് പറയും, ചില നാട്ടിൽ അതിന് പീച്ചിങ്ങാന്ന് പറയും. നിങ്ങളുടെ പീച്ചിങ്ങയില്ലേ, ചില നാട്ടിൽ അതിന് ഞരമ്പെന്ന് പറയും. അതിൻ്റെ ഞരമ്പെല്ലാം പുറത്താ. ഈ വെയ്ക്കോസിൽ വെയിനുള്ള ആളെ കാല് പോലെ ഉണ്ടാകും, ഞരമ്പ് പുറത്താ. മനസ്സിലായോ? അപ്പം ഞരമ്പനെന്ന് ചില നാട്ടിലും, പീച്ചിങ്ങ എന്ന് നിങ്ങളും, പൊട്ടിക്ക എന്ന് കണ്ണൂരും, കാരാപ്പീരി എന്ന് കൂത്തുപറമ്പിലും, താലോലിക്ക എന്ന് കാസർഗോഡും പറയുന്ന സാധനം ഒന്നല്ലേ? പല നാട്ടിൽ ദൈവത്തിന് പല പേര് വരാൻ കാരണം എന്താണെന്നറിയോ? പല നാട്ടിൽ ഭാഷകൾ പലതായതുകൊണ്ട്. നമുക്ക് തല എന്ന് മലയാളത്തിൽ പറയുമ്പോൾ ഹെഡ് എന്ന് ഇംഗ്ലീഷുകാർ പറയുന്നു, ശീർഷ എന്ന് സംസ്കൃതത്തിൽ പറയുന്നു, ഷിർ എന്ന് ഹിന്ദിയിൽ പറയുന്നു, അല്ലേ? അത്രയേ ഉള്ളൂ. ശ്രീ എന്ന വാക്ക് സംസ്കൃതമാണ്, അതിന് അറബിയിൽ ശ്രീ എന്ന വാക്കിന് പകരം ഉപയോഗിക്കുന്നതാണ് അൽ. ദൈവം എന്നതിന് സംസ്കൃതത്തിൽ കൃഷ്ണനെന്നും രാമനെന്നും പറയും. ശ്രീകൃഷ്ണൻ, ശ്രീരാമൻ എന്ന അറബിയിൽ ഇലാഹ് എന്ന് പറയും. അപ്പോൾ ശ്രീകൃഷ്ണൻ എന്നതിന് അറബിയിൽ അൽ ഇലാഹ് എന്ന് പറയും, അതാണ് അല്ലാഹ്. മനസ്സിലായോ? അവർക്ക് സംസ്കൃതം അറിയാത്ത അവരുടെ കുറ്റാണോ? നമുക്ക് അറബി അറിയാത്ത നമ്മുടെ കുറ്റാണോ? അല്ല. അപ്പോൾ ഇതെല്ലാം പല നാട്ടിൽ പല ഭാഷകളിൽ ഉപയോഗിക്കുന്ന പദം ഒന്നല്ലേ? ഈ ഒന്നാണ്. ഈ സത്യം തിരിച്ചറിയുവാനാണ് ഗുരു നമ്മളോട് പറഞ്ഞത്. അതുകൊണ്ട് ഗുരു പറഞ്ഞു, നീ സത്യം, ജ്ഞാനം,